സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പൊതുവെ എല്ലാവരും വളരെ പ്രയാസകരമായി കാണുന്ന ടിക്കറ്റ് കിട്ടാൻ പ്രയാസമുള്ള ഊട്ടി ടോയ് ട്രെയിൻ എങ്ങനെ സിമ്പിളായി ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് ആസ്വദിച്ച് തിരിച്ചു വരാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ ഈ ടോയ് ട്രെയിനെ കുറിച്ചും അതിൽ യാത്ര ചെയ്യേണ്ട രീതിയെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. പൂർണ്ണമായും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ഉദംഗമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ അഥവാ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും കൂനൂർ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറുകയും കൂനൂരിൽ നിന്ന് ഇവിടേക്ക് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഇത് നിലകൊള്ളുന്നത്. ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട പ്രയാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും ഏത് സമയവും 20 മിനിറ്റ് 15 മിനിറ്റ് വ്യത്യാസത്തിൽ നമ്മൾക്ക് കൂനൂർ എന്ന സ്ഥലത്തേക്ക് ബസ് ലഭിക്കുന്നതാണ്. മധുര വഴി അതല്ലെങ്കിൽ മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന ബസ്സുകളും ധാരാളമുണ്ട്. 23 കിലോമീറ്റർ ദൂരദൈർഘ്യമാണ് ഇവിടെ നിന്നും കൂനൂരിലേക്കുള്ളത്. ഏകദേശം ഒരു 25 രൂപയാണ് ബസ് ഫെയർ വരുന്നത്. ഈ ബസ് പിടിച്ച് നമുക്ക് കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ വളരെ എളുപ്പം തന്നെ എത്താവുന്നതാണ്. ഇതാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ മുന്നിൽ തന്നെ ഈ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാം. ബസ്സിന് വരാൻ പ്രയാസമുള്ളവർക്ക് ടാക്സി മാർഗം വരാവുന്നതാണ്. ധാരാളം ടാക്സികളും റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ലഭ്യമാണ്. ഇന്ത്യയിലെ മലയോര റെയിൽ പദ്ധതികളിൽ പഴക്കത്തിന്റെ കാര്യത്തിൽ രണ്ടാമത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2005 ഇടം നേടിയതുമായിട്ടുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ പദ്ധതി ബ്രിട്ടീഷ് ഭരണകാലത്ത് 1899 2 ഘട്ടങ്ങളിലായി മേട്ടുപ്പാളയം മുതൽ ഉദമംഗലം വരെയുള്ള 46 കിലോമീറ്റർ 16 തുരങ്കങ്ങളും 250 പാലങ്ങളും പിന്നിട്ട് ഇടതൂർന്ന കാടുകളും തേയിലത്തോട്ടങ്ങളും മലനിരകളുമെല്ലാം കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ പദ്ധതി വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രം കൂടിയാണ്. മലമുകളിലേക്ക് കയറി പോകുന്നതിനായി റേക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക റെയിൽവേ പദ്ധതിയും പൈതൃക കാഴ്ചകൾ സമ്മാനിക്കുന്ന കോച്ചുകളും സ്റ്റീം എഞ്ചിനുകളുമാണ് പ്രധാന ആകർഷണം. വളരെ അധികം കാഴ്ചകൾ സമ്മാനിക്കുന്ന KT, ലൗഡെയിൽ, വെല്ലിംഗ്ടൺ, കൂനൂർ തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകൾ പ്രത്യേക ആകർഷണ കേന്ദ്രങ്ങളാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, എന്തുകൊണ്ട് കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ട്രെയിൻ കയറുന്നു എന്നുള്ളത്. നമ്മൾക്കറിയാം, മേട്ടുപാളയം തൊട്ട് ഊട്ടി വരെയുള്ള 46 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ സമയമെടുത്താണ് ട്രെയിൻ ഓടിയെത്തുന്നത്. ആയതിനാൽ തന്നെ വെറും 2 ട്രെയിൻ മാത്രമാണ് മേട്ടുപാളയത്തു നിന്നും ഊട്ടി വരെയുള്ളത്. ദിവസേന ഓടുന്ന ഒരു ട്രെയിനും അതുപോലെ തന്നെ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഓടുന്ന സ്പെഷ്യൽ ട്രെയിൻ. ഈ 2 ട്രെയിനുകൾക്കും ആളുകൾ ടിക്കറ്റുകൾ മാസങ്ങൾക്ക് മുന്നേ ആണ് ബുക്ക് ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂനൂർ എന്നത് ഈ ഒരു ടോയ് ട്രെയിൻ പാതയുടെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നാണ്. ആയതിനാൽ തന്നെ ഏകദേശം 5 ട്രെയിനുകൾ ദിനം പ്രതി കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്കും അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കും ഉണ്ട്. അതുകൊണ്ട് IRCTC സൈറ്റ് വഴി നമുക്ക് ടിക്കറ്റ് ലഭിക്കാൻ വളരെ എളുപ്പവും അധികം ദിവസം മുന്നേ ബുക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇതാണ് ഇവിടെ നിന്നും യാത്ര ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്കാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കും സൗകര്യാർത്ഥം യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനം കൂനൂർ സ്റ്റോപ്പിൽ നിർത്തുകയും ഊട്ടിയിലേക്ക് വണ്ടി കയറുകയും ചെയ്യാവുന്നതാണ്. തിരിച്ച് ഊട്ടിയിൽ നിന്ന് ബസ് കയറി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി കയറി വരികയോ അല്ലെങ്കിൽ ബസ് കയറി വരികയോ ടാക്സി വിളിച്ച് കയറുകയോ അതല്ല ഇനി ട്രെയിൻ മാർഗം തന്നെ തിരിച്ചിങ്ങോട്ട് സെയിം റൂട്ടിൽ ട്രെയിൻ മാർഗം വരികയോ ചെയ്യാവുന്നതാണ്. 1 മണിക്കൂറും 10 മിനിറ്റും സമയമാണ് കൂനൂരിൽ നിന്ന് ഊട്ടി വരെയുള്ള ട്രെയിൻ മാർഗത്തിന് എടുക്കുന്നത്. അതേസമയം മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെ ഏകദേശം 5 മണിക്കൂർ സമയമെടുക്കുന്നു. ഈ 1 മണിക്കൂർ സമയം തന്നെ നല്ല കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഏകദേശം 5 മണിക്കൂർ മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിരസമായി തോന്നാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. കുറച്ച് സമയം ട്രെയിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും അതൊരു ബോറായി തോന്നാറുണ്ട്. ആ ഒരു വിരസത ഒഴിവാക്കാൻ നമുക്ക് 1 മണിക്കൂർ തന്നെ ധാരാളമായി അനുഭവപ്പെടുന്നു. അതിനു പുറമെ ഒരുപാട് ഭംഗിയുള്ള സ്റ്റേഷനുകളെല്ലാം കൂനൂരിൽ നിന്ന് ഊട്ടി വരെയുള്ള സമയത്തിനിടയിലാണ് ഉള്ളത്. മാനുവലായി പ്രവർത്തിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ, ലോക്കിംഗ് സിസ്റ്റങ്ങൾ, സ്റ്റീം എഞ്ചിന്, കൗതുകമാർന്ന കോച്ചുകൾ, ഇരിപ്പിടങ്ങൾ, ഡോറുകൾ, വീതി കുറഞ്ഞ കോച്ചുകൾ, അതുപോലെ തന്നെ സാധാരണ ട്രാക്കിൽ നിന്നും വീതി കുറഞ്ഞിട്ടുള്ള ട്രാക്കുകൾ, അതെല്ലാം ആണ് ഇതിന്റെ കൗതുകങ്ങൾ. ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്ത ടിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ കോച്ചിൽ കയറുകയും അതുപോലെ തന്നെ ഇരിപ്പിടം ഉറപ്പിക്കുകയും ചെയ്തു. പല ആളുകളും അവരുടേതായ സീറ്റുകൾ തിരഞ്ഞെടുക്കുകയും പുറമേ നിന്ന് അവരുടെ പരിചയക്കാരും ആളുകളുമെല്ലാം അവർക്ക് യാത്രാ അഭിവാദ്യങ്ങൾ നേരുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഇതൊരു കൗതുകമായി തന്നെ യാത്രക്കാരെ യാത്ര അയക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകളായാലും സ്റ്റേഷൻ പോലീസ് ഓഫീസേഴ്സ് ആയാലും അതുപോലെ തന്നെ ഇവിടെ യാത്രക്കായിട്ട് വന്ന ആളുകളെല്ലാം
ആളുകൾക്ക് ടാറ്റ കൊടുക്കുന്നു, യാത്രാഭിവാദ്യങ്ങൾ നേരുന്നു. വളരെ കൗതുകകരമായി തന്നെയാണ് ഓരോ യാത്രക്കാരും ഇതിൽ ആസ്വദിച്ച് യാത്ര ചെയ്യുകയും ഒരു കൗതുകമായി തന്നെ ആളുകളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂനൂർ എന്നുള്ളത് പ്രധാന ഒരു സ്റ്റോപ്പും ഒരു ജംഗ്ഷനും കൂടിയാണ്. ഇവിടെ നിന്നും ആണ് ഊട്ടിയിലേക്ക് പ്രധാനമായും കൂടുതൽ ട്രെയിനുകൾ ഉള്ളത്. അതിനാൽ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ആളുകളെ കയറ്റിയതിനു ശേഷം ഈ ട്രെയിൻ ഇവിടെ നിന്ന് തിരിച്ച് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോയി നേരെ ഊട്ടിയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഊട്ടി വരെയുള്ള ഒരു ദീർഘയാത്രക്ക് ഡീസൽ എഞ്ചിനാണ് ഈ ട്രെയിൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതേസമയം മേട്ടുപ്പാളയം തൊട്ട് കൂനൂർ വരെ സ്റ്റീം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അത് കയറ്റം കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഭാഗങ്ങളിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ഇവിടെ പൊതുവെ ഊട്ടി വരെയുള്ള ദൈർഘ്യത്തിന് കയറ്റങ്ങൾ കുറവാണ്. അതിനാലാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ഓടുന്ന ട്രെയിനുകളുടെ വിവരങ്ങളും യാത്രാ സമയവും നമ്പറും ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെ പോകുന്ന ട്രെയിനുകളുടെ വിവരണവും നൽകിയിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ടുള്ളതും നൽകിയിട്ടുണ്ട്. കൂനൂരിൽ നിന്നുള്ള ട്രെയിനുകൾ നിങ്ങൾക്ക് യഥേഷ്ടം കൂനൂരിൽ നിന്ന് പിടിക്കാവുന്നതാണ്. അതിനു പുറമെ മേട്ടുപ്പാളയത്ത് നിന്ന് വരുന്ന ട്രെയിനുകളും ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ടിക്കറ്റുകൾ വളരെ കുറവായിരിക്കും. സ്പെഷ്യൽ ട്രെയിനിന് പൊതുവെ ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. സൗകര്യങ്ങൾ കൂടുന്നില്ല. എന്നിരുന്നാലും സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ടാണ് മറ്റ് സാധാരണ ട്രെയിനിൽ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാതാകുമ്പോൾ ഇതിൽ ടിക്കറ്റ് ലഭിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ട്രെയിനുകളാണ്. സ്വാഭാവികമായും സ്പെഷ്യൽ ട്രെയിനിന് ടിക്കറ്റ് ചാർജ് കൂടുതലായിരിക്കും. സൗകര്യങ്ങൾ അധികമൊന്നും കൂടുന്നില്ല. ഇതിൽ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സുമാണ് ഈ ട്രെയിനുകളിലെല്ലാം ഉള്ളത്. ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവുക കുഷ്യൻ സീറ്റുകളാണ്. സാധാരണ ബെഞ്ച് പോലെ തന്നെയാണ് കണ്ടാൽ തോന്നുക. അതിൽ കുഷ്യൻ ഉണ്ടാകും എന്ന് മാത്രം. ഫേസ് ടു ഫേസ് തിരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കൂപ്പ പോലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. പ്യുർ കൂപ്പകളല്ല, എന്നിരുന്നാലും ഒരു ഫേസ് ടു ഫേസ് ഇരിക്കുന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അതേസമയം സെക്കൻഡ് ക്ലാസ്സിൽ ബെഞ്ച് ടൈപ്പ് സീറ്റുകളാണ്. ഒരു ഹോള് പോലെയുള്ള സംവിധാനം പോലെയുള്ള സിസ്റ്റമാണ്. ഫസ്റ്റ് ക്ലാസ് ആയാലും സെക്കൻഡ് ക്ലാസ് ആയാലും വിൻഡോ സീറ്റ് പിടിക്കാൻ ശ്രമിക്കുക. കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്. എങ്കിലും കുറച്ച് നേരത്തെ ബുക്ക് ചെയ്ത് വിൻഡോ സീറ്റ് തന്നെ ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ പിടിക്കുന്നതിനും ഫോട്ടോ പിടിക്കുന്നതിനും കാഴ്ചകൾ ആസ്വദിക്കുന്നതിനുമെല്ലാം ഉപകരിക്കുകയുള്ളൂ. മറ്റത് നമ്മൾ അടുത്തുള്ള ഒരാളുടെ കനിവ് തേടേണ്ടി വരും. അത് അയാളുടെ സൗകര്യാർത്ഥം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പലപ്പോഴും അത് കിട്ടാറുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാ ട്രെയിനിലെ പോലെ ഇതിൻ്റെ അകത്ത് കൂടുതലായി നടക്കാനോ ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കാനോ അങ്ങനെ കാഴ്ചകൾ കാണാനോ ഉള്ള സംവിധാനമില്ല. ഓരോ സ്റ്റോപ്പിൽ നിന്നും ആളുകൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ TTRും അതുപോലെ തന്നെ സെക്യൂരിറ്റി ആളുകളും ഇതിൻ്റെ ഡോർ പുറമേ നിന്നും ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അകത്തു നിന്നും ഡോറുകൾ തുറക്കാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ആകെ പറ്റുന്നത് ഇതിൻ്റെ വിൻഡോകളിലൂടെ കാഴ്ചകൾ കാണുക. വിൻഡോ അടക്കാനും തുറക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത് IRCTC സൈറ്റ് വഴിയാണ്. എങ്കിലും ഈ സ്റ്റേഷനുകളിലെല്ലാം നേരിട്ട് ചെന്നാലും സ്പോട്ടിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. പക്ഷേ വളരെ നേരത്തെ തന്നെ ചെന്ന് ക്യൂ നിന്ന് എടുക്കേണ്ടതുണ്ട്. പീക്ക് ദിവസങ്ങളിലാണെങ്കിൽ ഒട്ടും സാധ്യത വളരെ കുറവാണ്. ആയതിനാൽ തന്നെ നമ്മളൊരു വിനോദയാത്രക്ക് പോകുമ്പോൾ അപ്പോൾ ടിക്കറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തീർത്തും നിരാശരാവാനാണ് സാധ്യത. അത് നമ്മുടെ യാത്രാ ആസ്വാദനത്തെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, എടുക്കുക, എന്നിട്ട് യാത്ര ചെയ്യുക. പല ആളുകളും ആ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങുന്നത് നമ്മൾ തന്നെ അവിടുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കും. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലത്താണ് അവരുടെ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഇത്രയധികം പാലങ്ങളും തുരങ്കങ്ങളും ട്രാക്കുകളും എല്ലാം നിർമ്മിച്ച് ഊട്ടിയിലേക്ക് ഈ ഒരു ട്രെയിൻ സംവിധാനം യാഥാർത്ഥ്യമാക്കുന്നത്. 1854 ഊട്ടി അവരുടെ ഒരു സമ്മർ ക്യാപിറ്റലായി മാറുന്നത്. ആ കാലം തൊട്ടാണ് ഇവിടേക്ക് യാത്ര ചെയ്യുന്നതിനായി ഒരു ട്രെയിൻ സംവിധാനം വേണം എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലുടനീളം റെയിൽപാതകൾ കണ്ടാൽ നിരപ്പായ സ്ഥലങ്ങളിലൂടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തുരങ്കങ്ങൾ നിർമ്മിച്ച് അത് നിരപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അതേസമയം ക്യൂൻ ഓഫ് മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്ന ഊട്ടിൻ്റെ മുകളിലേക്ക് റെയിൽപാത നിർമ്മിക്കുക എന്ന് പറയുന്നത് ധാരാളം മലകൾ കടന്നു പോവുകയും കയറ്റങ്ങൾ കയറി പോവുകയും ചെയ്യേണ്ടതുണ്ട്. ആയതിനാൽ തന്നെ സ്വിറ്റ്സർലാൻഡുകാരനായിട്ടുള്ള റിഗൻ ബാച്ച് രൂപകൽപ്പന ചെയ്ത റാക്ക് ആൻഡ് പിനിയൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ കയറ്റം കയറുന്നതിനുള്ള സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിച്ച് ഇന്ത്യയിൽ ഓടുന്ന ഏക റെയിൽപാതയാണിത്. 1891 മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെയുള്ള റെയിൽപാതയുടെ ആദ്യഘട്ടം പണി ആരംഭിക്കുകയും 1899 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത പദ്ധതിയാണ് ഇത്. പിന്നീട് രണ്ടാം ഘട്ടമായിട്ടുള്ള കൂനൂർ മുതൽ ഊട്ടി വരെയുള്ള റെയിൽപാത പണി പൂർത്തിയാക്കുന്നത് 1908 ഒക്ടോബറിലാണ്. അന്നാണ് മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള 46 കിലോമീറ്റർ പാത ആദ്യമായി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ
മേട്ടുപാളയം തൊട്ട് കൂനൂർ വരെയുള്ള ദൂരം കയറ്റങ്ങളും കുന്നുകളും കൂടുതൽ ഉള്ള സ്ഥലമായതിനാൽ സ്റ്റീം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറ്റങ്ങൾ കയറുന്നതിനായി റെയിൽ പാളങ്ങളിൽ ABT സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. എഞ്ചിനിലെ പ്രത്യേക ചക്രം ഇതിൽ കടിച്ചു പിടിച്ചാണ് ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ത്യയിൽ നിലവിൽ 5 സ്ഥലങ്ങളിലായിട്ടാണ് മൗണ്ടൈൻ റെയിൽവേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതും ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള റെയിൽപാതയാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. അത് നിലകൊള്ളുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. 1881 അത് സ്ഥാപിക്കുന്നത്. ഇന്നും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പദവി അതിന് ലഭിക്കുന്നത് 1999 രണ്ടാമത്തെ ഇന്ത്യയിലെ മൗണ്ടൈൻ റെയിൽവേ നീലഗിരി മൗണ്ടൈൻ റെയിൽവേയാണ്. അത് തമിഴ്നാട്ടിലാണ്, ഊട്ടിയിലാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് യുനെസ്കോ പദവി ലഭിക്കുന്നത് 2005 ഇത് നിർമ്മിച്ച് ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് 1899 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു റെയിൽവേ സംവിധാനമാണ് നീലഗിരി മൗണ്ടൈൻ റെയിൽവേ. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മേഖല കൂടിയാണ് സൗത്ത് ഇന്ത്യയിൽ ഈ റെയിൽവേ പദ്ധതി. ഇതിലെ ടിക്കറ്റ് റേറ്റുകളൊക്കെ പൊതുവെ സാധാരണ ട്രെയിൻ ടിക്കറ്റുകളെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിലും ജനങ്ങൾ ഇതൊരു വിനോദസഞ്ചാര മേഖലയായി കാണുന്നത് കൊണ്ട് തന്നെ ധാരാളം ആളുകളാണ് ദിനംപ്രതി ഇവിടെ ആസ്വദിക്കുന്നതിനും കാഴ്ചകൾ കാണുന്നതിനും ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യുന്നതിനുമായി എത്തുന്നത്. ഇന്ത്യയിലെ മൂന്നാമത്തെ മൗണ്ടൈൻ റെയിൽവേയാണ് കൽക്ക ഷിംല റെയിൽവേ. ഇത് ഹിമാചൽ പ്രദേശിലാണ്. ഇതിനും യുനെസ്കോ പദവി 2008 ലഭിക്കുകയുണ്ടായി. ഹിമാചൽ പ്രദേശ് പൊതുവെ അറിയുന്ന പോലെ ടണലുകളുടെ ഒരു സംസ്ഥാനം കൂടിയാണ്. 100 ടണലുകൾ കടന്നിട്ടാണ് ഈ റെയിൽപാത പിന്നിട്ട് പോകുന്നത്. ഇന്ത്യയിലെ 4ാമത്തെ മൗണ്ടൈൻ റെയിൽവേയാണ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള മാത്തേരൻ റെയിൽവേ പദ്ധതി. നേരാൻ എന്ന സ്ഥലം തൊട്ട് മാത്തേരൻ വരെയുള്ള ഹിൽ റെയിൽവേ പദ്ധതിയാണ് മാത്തേരൻ റെയിൽവേ. ഇത് മഹാരാഷ്ട്രയിലാണ് നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ തന്നെ 5ാമത്തെ മൗണ്ടൈൻ റെയിൽവേയാണ് കാംഗ്ര വാലി റെയിൽവേ പദ്ധതി. ഇത് ഹിമാചൽ പ്രദേശിലാണ്. ഈ പറഞ്ഞ 2 പദ്ധതികൾക്കും യുനെസ്കോ പദവി ലഭിച്ചിട്ടില്ലെങ്കിലും ധാരാളം വിനോദസഞ്ചാരികൾ അവരുടെ കൗതുകങ്ങൾക്കും യാത്രകൾക്കുമായി ആശ്രയിക്കുന്ന 2 പദ്ധതികളാണ് ഇവ രണ്ടും. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും നല്ല സീനറികളും KT വാലി പോലുള്ള വ്യൂ പോയിന്റുകളുമെല്ലാം കടന്നിട്ടാണ് ഈ ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മേട്ടുപാളയം തൊട്ട് ഉദമംഗലം വരെയുള്ള ആ ഒരു യാത്രയിൽ പ്രധാനമായും 8 റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ ടോയ് ട്രെയിനുള്ളത്. ഒന്നാമത്തേത് മേട്ടുപാളയം, രണ്ടാമത്തേത് വരുന്നത് കല്ലാർ എന്ന സ്റ്റോപ്പാണ്, മൂന്നാമത്തേത് ഹിൽ ഗ്രോവ്, 4ാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പ് കൂനൂർ. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. 5ാമത്തെ സ്റ്റോപ്പാണ് വെല്ലിംഗ്ടൺ. അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പാണ്. 6ാമത്തെ സ്ഥലമാണ് KT എന്നത് ഒരുപാട് വ്യൂ പോയിന്റുകളും അതുപോലെ തന്നെ സീനറികളും ഒരുപാട് സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും അത് കാഴ്ച സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് KT. അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പാണ് ലൗഡെയിലും ഒരുപാട് സീനറികൾക്ക് സമാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവസാനത്തെ സ്റ്റോപ്പാണ് ഉദംഗമണ്ഡലം. എനിക്ക് ഈ ഒരു ടോയ് ട്രെയിൻ പദ്ധതിയിൽ വളരെ കൗതുകകരമായി തോന്നുന്നത് ഇതിൻ്റെ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നീലഗിരി മൗണ്ടൈൻ റെയിൽവേ പുലർത്തിപ്പോരുന്ന അതിൻ്റെ കണിശതയും നീറ്റ്നെസ്സും അവർ ഓരോ സ്റ്റേഷനുകളിലും അവർ പിന്തുടരുന്ന നിയമാവലികളും അതിൻ്റെ നടത്തിപ്പുമെല്ലാം എങ്ങനെയാണോ 100 വർഷം മുന്നേ അതല്ലെങ്കിൽ 1.25 നൂറ്റാണ്ട് മുന്നേ നടത്തിപ്പോന്നിരുന്നത് അതേ രീതിയിൽ ഇന്നും അത് പിന്തുടർന്ന് ഒരു പൈതൃക സ്വത്തായി അത് നിലനിർത്തി പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. ഏതൊരാളെയും ഇതിലേക്ക് ആകർഷിക്കുന്നതും കൗതുകകരമായി തോന്നുന്നതും ഒരു പ്രധാന വിഷയം അത് തന്നെയാണ്. അതിന് പുറമെ പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യം, നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു 100 വർഷം പിന്നോട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം ടെക്നോളജിയോ മറ്റ് സാങ്കേതിക വിദ്യകളോ അതുപോലെ തന്നെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നിർമ്മാണ സാമഗ്രികളോ ഇല്ലാത്ത കാലത്ത് ഇത്രയധികം പാലങ്ങളും ടണലുകളും നിർമ്മിക്കുകയും അതിലൂടെ ഒരു ട്രെയിൻ സംവിധാനം ഓടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത അന്നത്തെ ബ്രിട്ടീഷ് ടെക്നോളജിയും അവരുടെ മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമെല്ലാം നമ്മൾ ഓർത്തുപോകുന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന തുരങ്കങ്ങളും അതുപോലെ തന്നെ റോഡ് സംവിധാനങ്ങളും ഇപ്പോഴും ചില്ലറ വർഷങ്ങൾ പോലും ഗ്യാരണ്ടി നൽകാൻ കഴിയാത്ത ഈ കാലത്താണ് 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ പദ്ധതി ഇന്നും തകരാറുകൾ കൂടാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വീണ്ടും ഒരു കൗതുകം തന്നെയാണ്. നിങ്ങൾ വീഡിയോയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് KT വാലി വ്യൂ പോയിന്റുകളെല്ലാം. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം ഇത്തരം വ്യൂകളും മൗണ്ടൈൻ നിരകളും എല്ലാം നമുക്ക് കാണാവുന്നതാണ്.
ഇനി ട്രെയിൻ അടുത്തതായി പ്രവേശിക്കുന്ന ഒരു സ്റ്റോപ്പാണ് KT റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ഒരുപാട് സിനിമ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കിലുക്കം എന്ന സിനിമ അതിൽ നായകി വന്നിറങ്ങുന്നതും അവർ കണ്ടുമുട്ടുന്നതുമെല്ലാമായ സീനുകൾ ചിത്രീകരിച്ച ഒരിടമാണ് KT റെയിൽവേ സ്റ്റേഷൻ. ഇത്തരം ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് KT റെയിൽവേ സ്റ്റേഷൻ. അതിലേക്കാണ് ഇനി വണ്ടി ചെന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൈൻ ഫോറസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ ഇതിലൂടെ ഒരു മെൻ ഓപ്പറേറ്റഡ് ഗേറ്റ് ഉണ്ട്. അതും കടന്നിട്ടാണ് ഈ ഒരു സ്റ്റോപ്പിലേക്ക് ട്രെയിൻ എത്തുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ആൾ ഒന്നുകിൽ ഇറങ്ങാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കയറാനുണ്ടെങ്കിലോ മാത്രമേ പലപ്പോഴും നിർത്താറുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ക്രോസിംഗ് സമയമാവണം. മറ്റുള്ള ട്രെയിനുകൾ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ചില റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി പിടിച്ചിടും. ആ സമയത്തും നിർത്താറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് പല റെയിൽവേ സ്റ്റേഷനുകളിലും വണ്ടി നിർത്തുന്നത്. നിർബന്ധമായും നിർത്തുന്ന സ്റ്റേഷനുകളും ഉണ്ട്. അതിൽപ്പെട്ട ഒരെണ്ണമാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജംഗ്ഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് അവിടെ നിർത്താനുള്ള ഒരു പ്രധാന കാരണം. ഒരുപാട് ആളുകൾ കയറാനും ഉണ്ടാകും. ഇതാണ് KT റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ പറഞ്ഞ സിനിമാ ചിത്രീകരണങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസുകളും എല്ലാം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ഇരിപ്പിടങ്ങളും നല്ല ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യൂ പോയിന്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KT വാലി വ്യൂ പോയിന്റുകൾ, ടണലുകൾ, അതുപോലെ തന്നെ ഓരോ ടണലുകൾ കഴിയുമ്പോഴും ആളുകൾ വാഹനമെടുത്തിട്ട് ആ ടണലിൻ്റെ അടുത്തേക്ക് പോകുന്ന ആളുകളുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ടാറ്റ തരുന്നതും അഭിവാദ്യങ്ങൾ തരുന്നതുമെല്ലാം കാണാം. അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അത്തരം റെയിൽ ട്രാക്കിൻ്റെ അടുത്തേക്ക് വരുന്നത് വളരെ ഒരു പനിഷബിൾ ഒഫൻസ് ആയിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ്റും റെയിൽവേ പോലീസും കാണുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ റീൽസ് ചിത്രീകരിക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബോർഡുകൾ ഈ ട്രാക്കിൻ്റെ അടുത്തെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം അവർ ഫൈൻ ഈടാക്കുന്നുമുണ്ട്. അതുകൊണ്ട് അത്തരം സംഭവങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിളായി എങ്ങനെ ടിക്കറ്റ് കിട്ടി ടോയിൻ ട്രെയിൻ യാത്ര നമുക്ക് ആസ്വദിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. കൂടുതൽ നേരം യാത്ര ചെയ്യാനും കൂടുതൽ സമയം ചെലവാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് മേട്ടുപ്പാളയം തൊട്ട് ഉദംഗമണ്ഡലം വരെയോ അതല്ലെങ്കിൽ ഉദംഗമണ്ഡലം തൊട്ട് മേട്ടുപാളയം വരെയോ 46 കിലോമീറ്റർ യാത്ര ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്. രണ്ട് ഭാഗത്തേക്കും ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് ഊട്ടി വരെ പോയി തിരിച്ച് ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയം വരെ അങ്ങനെയും വരാവുന്നതാണ്. ഇനി അതല്ല കൂനൂർ തൊട്ട് ഊട്ടി വരെയോ അതല്ലെങ്കിൽ ഊട്ടി തൊട്ട് കൂനൂർ വരെയും യാത്ര ചെയ്യാം. ഇനി ചിലർക്ക് താല്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്രയാണെങ്കിൽ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കും ഊട്ടിയിൽ നിന്ന് തിരിച്ച് കൂനൂരിലേക്കും സെയിം ട്രെയിനിൽ തന്നെ ടോയ് ട്രെയിൻ തന്നെ ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ടിക്കറ്റ് വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൺഫേം ആയതിനു ശേഷം മാത്രം യാത്ര ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ കയറാൻ ഉദ്ദേശിക്കുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും എത്താൻ ശ്രമിക്കുക. കാരണം ഓരോ റെയിൽവേ സ്റ്റേഷനുകളും കൗതുകമാർന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. അതെല്ലാം ആസ്വദിക്കുന്നതിനും കാണുന്നതിനും അതുപോലെ തന്നെ ടൈം തെറ്റാതിരിക്കാനും എല്ലാം അത് ഉപകരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുള്ള ദൂരം. ആ ദൂരം കണക്കാക്കി നമ്മൾ അതിനനുസരിച്ച് യാത്ര ചെയ്ത് പ്ലാൻ ആക്കിയിട്ട് വേണം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ. അല്ലാണ്ടിരുന്നാൽ ട്രെയിൻ ടൈം ഒരു സമയവും നമ്മൾ അവിടെ എത്തുന്ന സമയം വേറൊരു സമയവും ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിൻ മിസ്സാകും. അതുകൊണ്ട് അതും കൂടി പ്ലാൻ ചെയ്ത് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സമയം നോക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യുക. മേട്ടുപ്പാളയത്തു നിന്നാണ് യാത്ര തുടങ്ങുന്നുണ്ടെങ്കിൽ അതിരാവിലെയാണ് അവിടെ നിന്നെല്ലാമുള്ള ട്രെയിനുകൾ. അപ്പോൾ അതിനനുസരിച്ച് വേണം യാത്ര ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലൗഡയിലും മനോഹരമായ ഒരു സ്റ്റോപ്പാണ്. വളരെ നല്ല കാഴ്ചകളാണ് ഇവിടെയും സമ്മാനിക്കുന്നത്. ഈ സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്തുന്നത് ഉദംഗമണ്ഡലം എന്ന അവസാനത്തെ സ്റ്റോപ്പിലാണ്. ഇവിടെ നമുക്ക് ഇറങ്ങി ഊട്ടീൻ്റെ മറ്റ് സമയമുണ്ടെങ്കിൽ ഊട്ടിയിലെ മറ്റ് സ്ഥലങ്ങളെല്ലാം കണ്ട് നമുക്ക് വാഹനമെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്